ഏത് പാതാളത്തിലാണോ? അവിടെ സർ. അവിടെ ആളെ കാണാതായിട്ട് എത്ര നാളായിന്നാ പറഞ്ഞേ? 2. ഇഡിയറ്റ്സ്. ഒരുമിച്ച് സ്റ്റഡി ടൂറിന് വന്ന ഗ്രൂപ്പ് ഒരുത്തൻ 2 ദിവസത്തിന് മുമ്പ് മിസ്സാവുന്നു. എന്നിട്ട് ഇത്രയും ലേറ്റായി പോലീസ് ഇൻഫോം ചെയ്യുന്നു. ഹംസേ, ഇതിനെന്താ ചുറ്റിക്കളി ഉണ്ടല്ലോ? ഉണ്ട് സാർ. ലെറ്റ് us see. ഹംസ സാർ, സറൗണ്ടിങ്സ് എല്ലാം ഒന്ന് സെർച്ച് ചെയ്യണം. സാർ. 20 സാധനം വല്ലതും ഉണ്ടോ നോക്ക്. ഓക്കെ സാർ. ആ, എല്ലാവരും അങ്ങോട്ട് മാറിയേ, മാറിക്കടേ. നിങ്ങൾ ആരാ? ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ശങ്കരനാരായണൻ. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? സ്റ്റഡി ടൂറിന് വന്നതാ. 2 ദിവസം മുമ്പ് ഈ മരിച്ചിടക്കുന്ന പയ്യനും നിങ്ങളെയും കൂടി സിറ്റിയിൽ വെച്ച് കണ്ടതായി വാച്ച്മാൻ പറഞ്ഞു. ശരിയാണോ? അതൊക്കെ തെറ്റായ ഇൻഫർമേഷനാണ്. സത്യം പറയണം, അല്ലെങ്കിൽ ഞങ്ങളാകെ വിഷമിച്ചിരിക്കുക. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ പിന്നെ എങ്ങനെയൊക്കെ ചോദിക്കണം? തന്നെ മടിയിലിട്ട് കൊഞ്ചിക്കണോ? നിങ്ങളൊരു പ്രൊഫസർ അല്ലേ മിസ്റ്റർ? ഇവിടെ നടന്ന സംഭവത്തിന്റെ ഗൗരവം എന്താണെന്ന് അറിയോ? അറിയാം സാർ, അതുകൊണ്ടാണല്ലോ സ്റ്റേഷനിൽ അറിയിച്ചേ. ഏതാ ഈ അവതാരം? ഞാനൊരു അധ്യാപകനാണ്. ആണോ? പേര് ജോസഫ് എരുമേലി. എരുമയായാലും കൊള്ളാം, പശുവായാലും കൊള്ളാം. കൊല ചെയ്താണെന്ന സംശയത്തിന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ എല്ലാത്തിനെ പിടിച്ചകത്താക്കിയ കൂമ്പിളക്കി കളയും ഞാൻ. ആ സ്റ്റുഡൻസിനെ എല്ലാവരും വിളിക്കും. ടീച്ചർ, എല്ലാവരും ഇങ്ങോട്ട് വരൂ. നീങ്ങ മാറിക്കടേ. സ്റ്റുഡന്റ് ആണോ? അല്ല, ടീച്ചറാ. വെരി ഗുഡ്. ബൈ ദ ബൈ, യുവർ ഗുഡ് നെയിം? മാലിനി. മാലിനി. സ്ത്രീകൾ ആരെയും എനിക്ക് സംശയമില്ല എന്ന് കരുതരുത്. വിശദമായി ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അത് പിന്നീടായോ? അപ്പൊ ടീച്ചർ, സത്യത്തിൽ ഈ പയ്യൻ എന്താ സംഭവിച്ചത്? ഞങ്ങൾക്കറിയില്ല സാർ. ചോദിക്കുമ്പോ പറഞ്ഞാൽ മതി. അങ്ങോട്ട് മാറിക്കടേ. സാർ, എന്താടോ? ഈ പരിസരം മുഴുവൻ സെർച്ച് ചെയ്തു സാർ. 20 സാധനങ്ങൾ ഒന്നും കിട്ടിയില്ല. താൻ ആ ബോഡി ഒന്ന് ചെക്ക് ചെയ്ത് ഇൻക്വസ്റ്റ് ചെയ്യാറാക്കണം. പെട്ടെന്ന് വേണം. ശരി സാർ. കിണറ്. സാറിന്റെ ഒരു ബുദ്ധിയെ. വരും. ഇതെന്താണെന്ന് മനസ്സിലായോ? ആനപ്പിണ്ടം. ഓ, സാറിന്റെ ഒരു കഴിവേ. വരും. ഇവിടെ കാട്ടുമൃഗങ്ങൾ വല്ലതുമുണ്ടോ? ഒരു പരുന്ന് ഇവിടെ റോന്തൂറ്റി നടപ്പുണ്ട് സാർ. കാട്ടുമൃഗങ്ങളുണ്ടെന്നാ ചോദിച്ചത്. എന്റെ അറിവ് മൃഗങ്ങളൊന്നുമില്ല സാർ. ഒരു ഒറ്റയാനോടെ ചുറ്റിക്കാരൻ കിടപ്പുണ്ട്. ഒറ്റയാൻ? പാപ്പാനെ കുത്തിക്കൊന്നു. കാട്ടിലെവിടെന്നാടോ പാപ്പാൻ? സാർ, സാർ, ആരോ വരുന്നുണ്ട് സാർ. പോരാത്തിന് ഇവിടെ ആനപ്പിണ്ടം കിടപ്പുണ്ട്. അത് പശുവിന്റെ ചാണകാണ് സാർ. എന്തായി? ആ ഭാഗത്തൊന്നും കണ്ടില്ല സാർ. വരൂ സാർ. എന്താണ് ശബ്ദം? ആദിവാസികളാണെന്ന് തോന്നുന്നു സാർ. അപ്പ തൂത്തു തുടക്കലും പാചകവും പാത്രം കഴുകലുമാണ് പണി. അമ്മയ്ക്കും മകൾക്കും ഇത് മാത്രമാണോ പണി? അതെ. എത്ര കാലമായി തുടങ്ങിയിട്ട്? പണ്ട് തൊട്ടേ കൊട്ടാരത്തിലെ പണിക്കാരാ. പണിക്കാരാ? നീ ഇങ്ങോട്ട് നീങ്ങിക്ക്. ഇങ്ങോട്ട് നീങ്ങിക്കടി. എന്താടി നിന്റെ പേര്? ഓമന. ഓ, മന. വയസ്സെത്രയായിടി? 22. ചിങ്ങ കന്നി തുലം.
ഇവിടെ വെച്ച് 2 കോളേജ് പിള്ളേർ ചത്തത് നിനക്കറിയാലോ? അറിയാം അറിയാം. എവിടെയാ കുഴിച്ചിട്ടത്? അറിയില്ല സർ. പിന്നെ എങ്ങനെ ചത്തു? യക്ഷി പിടിച്ചതാ. നീ കണ്ടോടി? യക്ഷി പിടിക്കുന്നത് നീ കണ്ടോടി? ഇല്ല സർ. പിന്നെ എല്ലാരും പറയുന്നു. അങ്ങനെ എല്ലാരും പറയുന്നത് നീ പറയണ്ട. കൈയോടേ. ഫിംഗർ പ്രിന്റ്. അവന്മാർ നിന്നോട് എങ്ങനെയായിരുന്നു? അവര് നല്ല കുട്ടികളായിരുന്നു. അതിനെ ചീത്തയൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല. അവന്മാരും മറ്റുള്ളവരും തമ്മിൽ വല്ല വഴക്കോ അടക്കോ ഉണ്ടായിരുന്നോ? അറിയില്ല സർ. ഓമനെ, നീ വശപ്പശയായിട്ട് വല്ല സീനം കണ്ടിട്ടുണ്ടോ? ഓവർടേക്കിംഗ് വേണ്ട, ഹൈക്കോടതി നിരോധിച്ചതാണ്. ഓ, ആ പെമ്പിള്ളേരും അവന്മാരും തമ്മിൽ എങ്ങനെയായിരുന്നു? എപ്പോഴും കളിയും ചിരിയും. ചിരിയും കളിയും. പിന്നെ അവന്മാരെങ്ങനെ മരിച്ചു? യക്ഷി എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കണ്ട. യക്ഷി ഞാൻ പേടിക്കില്ല. യക്ഷിപ്പാറുവിനെ 7 കൊല്ലം കസ്റ്റഡിയിലെടുത്തവനാണ് ഈ തീപ്പൊരി വീരഭദ്രൻ. മനസ്സിലായോ നിനക്ക്? ഈ തീപ്പൊരി സാറ് വിചാരിച്ചാൽ കാട് നിന്ന് കത്തും. ഓവർടേക്കിംഗ് വേണ്ട. എന്തിനാ സാറേ ഈ പാവങ്ങളെ ഉപദ്രവിക്കുന്നത്? ഏതാ ഈ പണക്കാരൻ? ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആരെയും ചോദ്യം ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ട്. അതൊരു ഉപദ്രവമാണെങ്കിൽ ആ ഉപദ്രവം എല്ലാവരും കുറച്ച് സഹിക്കേണ്ടി വരും. അണ്ടർസ്റ്റാൻഡ്? ആ, തൽക്കാലം പോയിക്കോ. പക്ഷെ ഇവിടെ ഉണ്ടാവണം. സാർ ഇടയ്ക്കിടയ്ക്ക് വരും. ഓ, ഇതാരാ? ഇദ്ദേഹം രവിവർമ്മ. ഓഹോ, വർമ്മജി. നിങ്ങളാണോ പെയിന്റിംഗ് എല്ലാം വരക്കുന്ന മങ്കട രവിവർമ്മ? അല്ല സാർ, ഇത് തൃപ്പങ്കോട്ടെ മരുമകൻ ഹരിവർമ്മയുടെ അച്ഛൻ. ഓ, രാജകുടുംബം. അപ്പൊ ചില പോലീസുകാരായിട്ടുള്ള ബന്ധം കാണും. അങ്ങനൊന്നുമില്ല. എങ്കിലും IG റാങ്കിലുള്ള 1-2 പേർ അടുത്ത സുഹൃത്തുക്കളാണ്. ഓഹോ, ആ സ്വാധീനം ഉപയോഗിച്ച മകനെയും കൂട്ടുകാരൻ രക്ഷപ്പെടുത്താനുള്ള ശ്രമം വേണ്ട. നിങ്ങൾ എന്തായി പറയുന്നത്? മനസ്സിലായില്ലല്ലേ? പറഞ്ഞുതരാം. കഴുത്തിനേറ്റ ആഴത്തിലുള്ള മുറിവും അതുകൊണ്ടുണ്ടായ രക്തസ്രാവമാണ് 2 മരണത്തിനും കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. A clear case of murder. സാർ തന്നെ വിളിച്ചില്ല. എന്നെ പോലെ ബുദ്ധിയുള്ള ഒരു പോലീസ് ഓഫീസർക്ക് കൂട്ടുകാരെ സംശയിക്കാൻ ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട. സാഹചര്യ തെളിവുകൾ വേറെ ഉണ്ട്. യക്ഷിയുടെയും ഗന്ധർവന്റെയും പേര് പറഞ്ഞ് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാം. പക്ഷേ ഈ തീപ്പൊരിയെ പറ്റിക്കാൻ പറ്റില്ല. This is 2000th century. Understand? ഹരിയെയും കൂട്ടുകാരെയും വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്ത് മണിയായിട്ട് സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം. ഈ കേസ് തെളിയിച്ച് ഞാൻ DYSP ആകുമ്പോൾ IG റാങ്കിലുള്ള തന്റെ സുഹൃത്തുക്കൾ വന്ന് സല്യൂട്ട് അടിക്കുന്നത് കാണാൻ തനിക്കും വരാം. ഹംസ, ഫോളോ മീ. ഇങ്ങോട്ട് വഴിയില്ല സാർ, ഇതിലേ സാർ വഴി. ഓവർടേക്കിംഗ് വേണ്ട, ഫോളോ മീ. ഈ സാറ് ഒന്ന് പതുക്കെ പോടാ. ടീച്ചറെ ഒന്ന് നിക്ക്, ഞാൻ കൂടെ വരട്ടെ. പെട്ടെന്ന് വരൂ. വിജയ്, ലെറ്റ്സ് ഗോ. Don't do that. അയാൾ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായിരിക്കും? ഇന്ന് ഇനി അങ്ങോട്ട് പോണോ സർ? പോകണ്ടെന്നുള്ളവർക്കെല്ലാം കൊട്ടാരത്തിലേക്ക് മടങ്ങാം. ബാക്കി ഒരാളെ ഉള്ളുവെങ്കിലും ഞാൻ കൊണ്ടുപോകും. ആർക്കൊക്കെയാ ബുദ്ധിമുട്ട്? പോകാല്ലേ? Come on, move. വാടാ. Properly. Okay, do it again. എന്തായി കിട്ടുണ്ണി? വല്ല വിവരവും? ഇല്ല സാർ, ഒരുപാട് അന്വേഷിച്ചു, ഒരു വിവരവും ഇല്ല. കടത്തുകാരൻ ഗോപാലിനോട് ചോദിച്ചു, അവിടെയും ചെന്നിട്ടില്ല. പിന്നെ ഗോപാലിന്റെ ഡ്രസ്സൊക്കെ മുറിയിൽ തന്നെ ഉണ്ട്. എന്തായാലും നമ്മളോട് പറയാതെ അവൻ പോവോ? ഹേയ്, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അവന് വലിയ ഇഷ്ടമായിരുന്നു. പോലീസിൽ അറിയിച്ചല്ലോ സർ. ഒന്നുകൂടി അന്വേഷിച്ചിട്ട് പോരെ? ഏതായാലും ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട്
എല്ലാവർക്കും കൂടി അന്വേഷിക്കാം. സർ അതിനു മുമ്പ് അക്രബി ഗോപന്റെ വീട്ടിലൊന്ന് ഫോൺ ചെയ്ത് നോക്കിയാലോ? ആയിക്കോട്ടെ, ഇനി അങ്ങനെ ഒരു സംശയം വേണ്ട. എന്നാ ഞാനും അനൂപും വിജയും കൂടെ പോയി നോക്കട്ടെ. എന്നാ വേഗം പോയി ഭക്ഷണം കഴിക്കാം. വേണ്ട സർ, ഞങ്ങൾ അക്കരെ നിന്ന് വെച്ചോളാം. ആ വാ. ആ എരുമേലി സാർ പറഞ്ഞ ശരിയാ, അവൻ മുങ്ങിയതാ. അവന് ഈ ആദിവാസി ആന്ത്രപ്പോളജി എന്നൊക്കെ പറഞ്ഞ പണ്ടേ കലിപ്പ. എന്നാ പിന്നെ അവൻ ആരോടെങ്കിലും പറഞ്ഞിട്ട് മുങ്ങിയ പോരെ? ചിലപ്പോ നമ്മൾ ആരെങ്കിലും പ്രൊഫസറോട് പറഞ്ഞാലോ എന്ന് കരുതിയാവും. ഏതായാലും അവൻ നേരം വെളുത്തിട്ടേ പോയിട്ടുള്ളൂ. അത് നിനക്കെങ്ങനെ അറിയാം? അത് ഞാൻ രാത്രി മൂത്രം അല്ല, ഞാൻ രാത്രി മൂത്രം ഒഴിക്കാൻ എണീറ്റപ്പോ അവൻ അവിടെ ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോ അവനില്ല. അപ്പോ ഇന്നലെ രാത്രി ഗോപൻ കൊട്ടാരത്തിലുണ്ടായിരുന്നു. കാലത്ത് നേരത്തെ എണീറ്റായിരിക്കും ആശ മുങ്ങിയത്. നമ്മളിപ്പോ അവന്റെ വീട്ടിൽ വിളിച്ചിട്ട് എന്താ ചോദിക്കുക? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. അവന്റെ പപ്പ അബ്കാരിയാ. ഇനിയിപ്പോ അവനെ കാണാനില്ലെന്ന് വല്ലതും പറഞ്ഞാൽ ഗുണ്ടകളുമായിട്ട് പിങ്ങത്തും. എന്റെ ഈശ്വര, നമുക്കൊരു കാര്യം ചെയ്യാം. ടൗണിൽ വന്നപ്പോ വീട്ടിലെ വിശേഷങ്ങൾ വിളിച്ചു ചോദിക്കാൻ ഗോപൻ ഏർപ്പാട് ചെയ്താണെന്ന് വെച്ചാൽ കാച്ചിയാലോ? അത് കറക്റ്റാ. ഇനിയിപ്പോ വേഗം നടക്കാൻ നോക്ക്. ഗോപാലെങ്ങാനും പോയാ പിന്നെ കടത്തിന്റെ കാര്യം കണക്കാ. അതെ, നീ ഇന്നലെ രാത്രി എവിടെ പോയെന്ന് പറഞ്ഞു? എടാ, നിന്നോട് ഞാൻ പറഞ്ഞത് ആ കാര്യം നീ മിണ്ടരുത്. വിജയ്, വാ വാ വാ, എനിക്ക് വാ. പതുക്കെ എനിക്ക് ഇടിക്കട്ടെ. അയ്യോ, കാല്. ആദിവാസികൾ വെച്ച കണിയാ. ചോര വരുന്നുണ്ടല്ലോടാ. വല്ലാതെ വേദന ഉണ്ടോടാ? ചോര നിൽക്കണില്ലല്ലോ. വിജയ്, നീ കാല് നേരെ വെക്കേ. പിടിക്ക്. മെല്ലെ. ഡാ ഹരി, ഈ മുറിയും വെച്ചോണ്ട് വിജയ് അങ്ങോട്ട് വരണ്ട. നീ ഒരു കാര്യം ചെയ്യ്, ഇവനെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങ. ഞാൻ പോയി ഫോൺ ചെയ്തിട്ട് വേഗം അങ്ങ് എത്തിക്കോളാം. നീ ഒറ്റയ്ക്ക് പോണ്ട. അതൊന്നും സാരമില്ലടാ. നീ അത്യാവശ്യമായിട്ട് ഇവന്റെ മുറിവ് ഡ്രസ്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്ക്. ബ്ലഡ് കണ്ടിട്ട് എനിക്കൊരുമാതിരി തല ഇറങ്ങുന്നു. പോ ചെല്ലേ. സൂക്ഷിച്ച് പോണേ. പിടിച്ചു. എന്നാലും അനൂപിനെ ഒറ്റയ്ക്ക് അയക്കേണ്ടിയിരുന്നില്ല. പിന്നെ അവനെന്താ കൊച്ചുകുട്ടിയല്ലേ? സ്റ്റിച്ച് ഇടാനുള്ള മുറിവുണ്ട്. താഴ്ന്ന് ചുമ്മാതിരിക്കെ, വെറുതെ ഓരോന്ന് പറഞ്ഞവനെ. ഒന്ന് പതുക്കെ. ഈ എരുമേലി സാറിന്റെ ബാഗിൽ നിന്ന് പെയിൻ കില്ലർ എടുക്കാൻ പോയ ഹരിയും കണ്ടില്ലല്ലോ. ഇനി സാധനം കഴിഞ്ഞപ്പം സാറിന്റെ അടുത്ത് വിഴിയും കാണുമോ? എന്താ അഞ്ഞൊരു മൂഡ് ഔട്ട്? എങ്ങനെ മൂഡ് ഔട്ട് ആകാതിരിക്കും? മുംതാസ് ഇവിടെ ഒറ്റയ്ക്ക്, ഷാജഹാൻ പുഴ കടന്ന് അക്കരെ. ഈ ലവ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെയാ അല്ലേ അനു? ഞാൻ റൂമിലേക്ക് പോവാ. അവിടെ കാതറീനും ടീച്ചറും ഒക്കെ കാർഡ്സ് കളിക്കുക. വിട്ടോ ചമ്മല്. ആ പിന്നെ എന്റെ കാര്യം ആ പ്രൊഫസറോട് പറയണ്ട, അങ്ങേർക്ക് പ്രഷർ കൊടുക്കും. വിജയ്, ടേക്ക് റെസ്റ്റ്. താൻ ഹരിയോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. വീട്ടിലും ചെന്നിട്ടില്ലെങ്കിൽ പിന്നെ ആ പയ്യൻ എവിടെ പോയി? അതാ ഞാനും ആലോചിക്കുന്നേ. ഒരു പിടിയും കിട്ടുന്നില്ല. അലനിയാ, ഇനിയിപ്പോ ആ പയ്യന്റെ വീട്ടുകാരെങ്കിലും അന്വേഷിച്ച് വരുമോ? ഇല്ല, അവർക്ക് സംശയം തോന്നിയിട്ടില്ല. ഇവിടെ വച്ച് പലരും മരിച്ചിട്ടുണ്ടേ. കൊക്കയിൽ വീണും വന്യമൃഗങ്ങൾ പിടിച്ചും ചങ്ങാടം മുങ്ങിയും പാമ്പ് കടിച്ചും അങ്ങനെ പല രീതിയിൽ. പക്ഷെ അപ്പോഴൊക്കെ ശവം കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ മതി. അല്ല, നാളെയും കണ്ടിട്ടില്ലെങ്കിൽ പോലീസിലൊന്ന് അറിയിച്ചേക്കണം. ഗോപാൽ ഇറങ്ങുന്നില്ലേ? നമുക്ക് കൊട്ടാരം വരെ. പേടിയുണ്ടല്ലേ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. എന്നാ പിന്നെ വേഗം നടന്നാട്ടെ. ഇരുട്ടി വീണിന് മുമ്പേ കൊട്ടാരത്തിലെത്താം. അപ്പോ ഞാൻ പോട്ടെ. അക്കരെ ചെന്നിട്ട് പിന്നെയും കുറേ നടക്കണം വീട്ടിലെത്താൻ.
അനു, നീ ഇവിടെ? ഞാൻ എത്ര വിഷമിച്ചെന്നറിയോ? നീ എന്തായി കാണിച്ചേ ഒറ്റയ്ക്ക് ഈ സമയത്ത്? പ്രൊഫസർ എങ്ങാനും അറിഞ്ഞ? ഒന്നും പറയില്ല. അതിരിക്കട്ടെ, ഗോപനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? ഇല്ല, വീട്ടിലൊന്നും ചെന്നിട്ടില്ല. ആ, വേഗം നടക്കാം, പ്രൊഫസർ കാത്തിരിക്കുന്നുണ്ടാവും. ഏയ് അനൂപ്, കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്നേ. വല്ലപ്പോഴേ ഒറ്റയ്ക്ക് കുറച്ച് സമയം കിട്ടൂ. ഹോ, ഇപ്പോഴെങ്കിലും ഇന്റിമേറ്റ് ആയിട്ടൊന്ന് പെരുമാറാൻ തോന്നിയല്ലോ. അനൂപ്, നമുക്ക് എവിടെയെങ്കിലും കുറച്ച് സമയം ഇരിക്കാം പ്ലീസ്. വാ. ടീച്ചർ, എനിക്ക് പേടിയാവുന്നു. അനൂപിന് എന്തെങ്കിലും സംഭവിച്ച. കുട്ടി വിഷമിക്കാതെ, അനൂപ് ഇപ്പോഴും എത്തും. ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ കരയാതെ. അയ്യോ അനു, അനൂപ് ചിലപ്പോ ഗോപനെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ, ലേറ്റ് ആയപ്പോ ഗോപന്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് രാവിലെ എത്താന്ന് കരുതി കാണും. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. ഇല്ല ടീച്ചർ, പ്ലീസ് ആരോടെങ്കിലും ഒന്ന് പോയി അന്വേഷിക്കാൻ പറ പ്ലീസ്. അനു, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക. ശ്രീദേവിയെങ്കിലും പ്രൊഫസറോടൊന്ന് അന്വേഷിക്കാൻ പറ പ്ലീസ്. ടീച്ചർ പ്ലീസ്. കരയണ്ട, ഞാൻ സാറിനോട് സംസാരിക്കാം. അന്വേഷിക്കണ്ടെന്നല്ല, പക്ഷെ ഈ രാത്രിയില് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല സാർ. അനു ആകെ വിഷമത്തില. എന്തു പറഞ്ഞിട്ട് അവക്ക് മനസ്സിലാവുന്നില്ല. ഈ രാത്രിയിൽ എവിടെ പോയി അന്വേഷിക്കാനാ? ആ, എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. മാലിനി ടീച്ചർ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ല്. കിട്ടുണ്ണി നിങ്ങളും കൂടി ഒന്ന് പോയി അന്വേഷിക്ക്. വളരെ ദൂരെയൊന്നും പോണ്ട. എന്തായാലും രാവിലെ പോലീസിൽ പരാതി കൊടുക്കണം. പാടില്ല. ഈ രാത്രി ആരും പുറത്തു പോകരുത്. പോകാൻ ഞാൻ സമ്മതിക്കില്ല. കിട്ടുണ്ണി, വാതിൽ തുറക്ക്. തുറക്കാൻ. ഇല്ല. അനൂപിനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. സണ്ണി, സണ്ണി എന്താ ഇത്? ഹരി, വിടാനെ. ഇയാളെ മാറ്റിയിരുന്നുണ്ടോ? അല്ലെങ്കിൽ വാതിലെ ചോടി പിടിക്കും. സണ്ണി, നമ്മൾ പിന്നെ എന്താ ചെയ്യാ സർ? കിട്ടുണ്ണി, വാതിൽ തുറക്ക്. ആരെന്തു പറഞ്ഞാലും ഇന്ന് ഈ രാത്രിയിൽ ഞാൻ ഈ വാതിൽ തുറക്കില്ല. ആരെയും പുറത്തു പോകാനും സമ്മതിക്കില്ല. കിട്ടുണ്ണി, എന്താ ഇത്? ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം സാർ. ആ കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്ത സ്ഥിതിക്ക് എന്റെ കുട്ടികൾക്ക് എന്താ സംഭവിച്ചത്? പറയാം, എല്ലാം പറയാം. ഇതിൻ്റെയൊക്കെ പിന്നിൽ അവളാ, നീലി. നീലിയോ? തീരാത്ത പകയാണ് അവൾക്ക് തൃപ്പങ്കോട് രാജവംശത്തോട്. പാലക്കുന്നിലെ പെരുമരത്തില് അവളെ ആവാഹിച്ച് തളച്ചിരുന്ന ആണിയ ഈ കുട്ടി എന്ന് പറിച്ചു കളഞ്ഞത്. ഇന്നവൾ സ്വതന്ത്രയാണ്. പാവെടുക്കുമ്പോ അവക്ക് ശക്തി കൂടും. അതുകൊണ്ടാ ഇന്ന് പോകണ്ടെന്ന് ഞാൻ നിർബന്ധിക്കുന്നത്. വടക്കേടത്ത് വലിയ നമ്പൂരി ജപിച്ചു കൊടുത്ത ഈ കണ്ടാഭരണം ഉള്ളത് കൊണ്ടാ ഹരിക്കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നേ. ഒക്കെ അവളുടെ കാട്ടിക്കൂട്ടലുകളാ. പണ്ട് തൃപ്പങ്കോട് രാജവംശത്തിന്റെ വേനൽക്കാല വസതിയായിരുന്നു ഈ കൊട്ടാരം. രാജ്യം ഭരിച്ചിരുന്ന രാജരാജവർമ്മ തിരുമനസിന് രാജ്യകാര്യങ്ങളെക്കാൾ ഇഷ്ടം ചിത്രകലയും സംഗീതവുമായിരുന്നു. ഒരിക്കൽ ഒരൊഴിവുകാലം ചെലവഴിക്കാൻ തിരുമനസ് ഇവിടെ എത്തി. അന്ന് ആദിവാസികളുടെ കരിങ്കാളി പൂജയായിരുന്നു.